വീട്ടിലേക്കൊക്കെ പോയി നോക്കാം. അല്ല ഇവിടെ ഒരു കിളി കരയുന്നത്. കിളി എവിടെന്നാ കരയുന്നേ? ഞാൻ കേൾക്കുന്നുണ്ട്. അല്ല നല്ല കേൾക്കുന്നുണ്ട്. നല്ല കേൾക്കുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പറയാം. എന്നോട് അച്ഛനും അമ്മയും പറപ്പിച്ചും ഉമ്മച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ, എവിടുന്നും കിട്ടുന്ന ഒന്നും എടുക്കാൻ പാടില്ല എന്ന്. അവർക്കും ഉണ്ട് അച്ഛനും അമ്മയും ഒക്കെ. വേണ്ട. ആ ചിലപ്പം ഇതിന് ഉപ്പയോ ഉമ്മയൊക്കെ ഉണ്ടെങ്കിലോ, അല്ല ഇല്ലെങ്കിലോ എന്താ ചെയ്യാം? എടുക്കാം. ദേവി എൻ്റെ വീട്ടിലേക്ക് പോകാം. എൻ്റെ പുറകിൽ നോക്കാം. എൻ്റെ പേരെന്താ? വീട് എവിടെയാ? എന്ത് പറഞ്ഞുണ്ടാ? ഓക്കെ, ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിർത്താൻ കേട്ടോ. അവിടെ നിർത്താൻ മതി. ഇനി അവിടെ നിന്നാൽ മതി. എന്ത് രസാ! എൻ്റെ ഉപ്പച്ചി വാങ്ങിച്ചത് നല്ല രസമുണ്ട് കാണാൻ. എന്ത് ക്യൂട്ടാ! എന്ത് രസാ ഇതിനെ കാണാൻ. ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഉപ്പച്ചി വാങ്ങിത്തന്ന കാര്യം പറയട്ടെ. സുഖാണ്. ഇത് നോക്ക്, എനിക്കും കിട്ടി. ചോദിക്കുന്നേ, ഇത് എവിടുന്നാ നിനക്ക് കിട്ടിയേ? അത് ഞാനൊരു ഫോറസ്റ്റിലേക്ക് ഇതൊക്കെ നീ അറിയുന്നു. ഞാൻ പറഞ്ഞുതരാം. എവിടെയാണ് ഞാൻ പറഞ്ഞു വെച്ചാൽ ഫോറസ്റ്റ് അല്ലേ. എടാ, ഞാനിങ്ങനെ ആ കാട്ടിൽ അതിലേ ഇങ്ങനെ നടന്നു വരുമ്പോൾ എനിക്കൊരു സാധനം കിട്ടി. ഞാൻ കിളി കരയുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു ഭയാനകമായ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ഞാൻ നോക്കിയപ്പോഴല്ലേ കണ്ടത് കിളിയാണെന്ന്. കിളി കരയുന്ന ശബ്ദം ഇങ്ങനെ കഴിഞ്ഞില്ല കിട്ടി. ഇത് എനിക്ക് എൻ്റെ അച്ഛൻ വാങ്ങി തന്നതാ. നിനക്ക് നിൻ്റെ അച്ഛൻ വാങ്ങി തന്നതല്ലല്ലോ. എനിക്കെൻ്റെ ഉപ്പ വാങ്ങി തരും. എനിക്കെൻ്റെ ഉപ്പ വാങ്ങി തരൂല. പോടാ പോടി. നീ ഇവിടെ നിൽക്ക്. നീ ഇവിടെ നിൽക്ക്. എടാ, നിനക്ക് അവിടെ തരാ ട്രാക്ടർ കിട്ടിയേ? ഇതെൻ്റെ ഉപ്പച്ചി വാങ്ങിക്കൊണ്ട് തന്നതാ. ഇനി നീ വണ്ടി വിട്ടോ. ഇതിനൊക്കെ ആര് വാങ്ങി തന്നതാ? എനിക്ക് എൻ്റെ കിളിയല്ലേ ഇത്. എനിക്കത് ഫോറസ്റ്റിൽ നിന്ന് കിട്ടിയതാ. ഫോറസ്റ്റ് വെച്ച കാടാണ് കേട്ടോ. അത് ഉപ്പ വാങ്ങിക്കൊടുത്തതാ പോലും. ഞാൻ പോട്ടെ. എന്നാ ഞാൻ പോട്ടെ. പോ. പിന്നെ അത് നിന്റെ ഉപ്പ വാങ്ങി തന്നതായതുകൊണ്ട് ഒരു ഉപകാരം ഇല്ലാത്ത. നിനക്ക് ഈ കിളീനെ കിട്ടിയില്ലേ? ഈ കിളി നിനക്ക് പൈസ കൊടുത്ത് വാങ്ങി തന്നതൊന്നും അല്ലല്ലോ. നീ പോടാ. നിന്റെ ഉപ്പ വാങ്ങി തന്നത്. നീ പോടാ മാങ്ങ. നീ പോടി മാങ്ങാണ്ടി. ഇവര് രണ്ടാളും തമ്മിൽ ഭയങ്കര തർക്കമാണ്. നമ്മളിതെങ്ങനെയും ശരിയാക്കണം. ഇല്ലെങ്കിൽ ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ തെറ്റി പിരിഞ്ഞു പോകും. അത് ശരിയാ. എങ്ങനെയെങ്കിലും നമ്മൾക്ക് ശരിയാക്കണം. അതെ. നമ്മളിനി എന്ത് ചെയ്യും? നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ നമുക്ക് പറയാം, ഞാൻ പറയും നീ പോടാ. ഞാൻ എൻ്റെ ചേച്ചിയോട് പറയും ഞാൻ മിണ്ടില്ല. നിങ്ങളിനി ഇങ്ങനെ തർക്കമായാൽ അതിന് നീ അവരോടും പറയണം. അപ്പം ചിലപ്പോൾ ഇവർ രണ്ടുപേരും നന്നാവുമായിരിക്കും. ശരിയാ, ഞാനും പറയാം. ഓക്കെ, അപ്പം എല്ലാം പറഞ്ഞതുപോലെ. ശരി. ഇനി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ടാറ്റാ. ടാറ്റാ. അതാ അവള് ശരിയാക്കി കൊടുക്കാവനെ. ഞാൻ കാണിച്ചു തരാം. ശരിയാക്കി കൊടുക്ക. അവൾക്ക് ഭയങ്കര അഹങ്കാരാ. എന്റെ കിളിനെ നീ കണ്ടോ? എന്റെ കാളിപ്പാട്ട് നീ കണ്ടോ? ഞങ്ങൾ ശരിയാവാ. പോടാ. അല്ല, ഞങ്ങളെന്തിനു ശരിയാവണം? നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നമോ? അയ്യോ, നിങ്ങൾ പിരിഞ്ഞു പോകല്ലേ. നിങ്ങൾ പിരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് സങ്കടാവില്ലേ? പ്ലീസ് പിരിഞ്ഞു പോവല്ലേ. നമുക്ക് ഇനി മുതൽ ഫ്രണ്ട്സ് ആവാം. ഫ്രണ്ട്സ് ആവാം.
നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോയാലോ? എവിടേക്ക്? വെറുതെ ഹാപ്പി ആവാൻ വേണ്ടി. താങ്ക് യു മുത്തേ. ഞങ്ങൾക്ക് രണ്ടുപേരുടെയും ഇത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അഹങ്കാരമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരെ, നമ്മൾ ഒരിക്കലും അഹങ്കാരം കാണിക്കാൻ പാടില്ല. അഹങ്കാരം ജീവിതത്തിന് ആപത്താണ്. അഹങ്കാരം നാം കാണിക്കാൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിന് തന്നെ ദോഷമാകും. നമ്മളുടെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് നമ്മൾ പിരിയാനും അഹങ്കാരം മതി. ടാറ്റാ, ബൈ ബൈ, സീ യു.